രാഷ്ട്രപതി ദ്രൗപദി മുർമു 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. 6 മണിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഷ്ട്രപതി എത്തിച്ചേരും. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം അവർ താമസത്തിനായി രാജ്ഭവനിലേക്ക് പോകും. 4 ദിവസത്തെ പരിപാടികൾക്ക് കനത്ത സുരക്ഷാ വലയമാണ് തലസ്ഥാനത്തും മറ്റ് സന്ദർശന കേന്ദ്രങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. സന്ദർശനത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് നാളത്തെ ശബരിമല ക്ഷേത്ര ദർശനമാണ്. രാഷ്ട്രപതി രാവിലെ തന്നെ ശബരിമലയിലേക്ക് എത്തിയിരിക്കും. ദർശനത്തിന് ശേഷം വൈകുന്നേരം അവർ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ ശബരിമല സന്ദർശനം രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന് ചരിത്രപരമായ പ്രാധാന്യം നൽകുന്നു. നാളെ രാത്രി 8 മണിക്ക് കേരള ഗവർണർ രാഷ്ട്രപതിക്ക് അത്താഴ വിരുന്ന് ഒരുക്കും. വഴുതക്കാട് ഹയാത്ത് റിജൻസിയിലാണ് ഔദ്യോഗിക വിരുന്ന് നടക്കുക. സംസ്ഥാന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച രാവിലെ 10:30 രാജ്ഭവൻ അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്യും. ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിയ കേരളീയനായ നേതാവിനുള്ള ആദരവാണിത്. തുടർന്ന് രാഷ്ട്രപതി വർക്കല ശിവഗിരിയിലേക്ക് പോകും. അവിടെ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ രാഷ്ട്രപതിയുടെ സാന്നിധ്യം കൂടുതൽ പ്രശസ്തമാക്കും.